Hi friends, welcome back to Rinusdairy. ഇന്ന് ബീഫ് വെച്ചിട്ടുള്ള ഡ്രൈ ചില്ലിയാണ് തയ്യാറാക്കുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ കളർ, ഇതിൽ ഞാൻ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി നല്ല ചുവപ്പ് കളറ് ആയി കിട്ടുന്നത് ഫുഡ് കളർ ചേർക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുമ്പോഴേ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബീഫ് ചില്ലി തയ്യാറാക്കാൻ വേണ്ടി ഏകദേശം 1/2 കിലോക്ക് അടുത്ത് ബീഫ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യേണ്ട, വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കുക്കറിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നിർബന്ധമൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് ഒരു 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് നന്നായി ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഒരു 1/4 ഭാഗം കുക്കായാൽ മതി, ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുക്കായിക്കോളും. ബീഫ് കുക്കായതിനു ശേഷം നന്നായി ചൂടാറിയിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ഭാഗം കുക്കായാൽ മതി എന്ന് പറഞ്ഞത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയായി പോകും. അതുകൊണ്ടാണ് 1/4 ഭാഗം കുക്കായാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ചേർത്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പകുതി ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്, കോൺഫ്ലോർ 3 ടീസ്പൂണ്, 1 ടീസ്പൂൺ സോയാ സോസ്, പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ബീഫ് ഇട്ടുകൊടുത്ത് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് പൊടി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മസാല ഒക്കെ നന്നായി തേച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസസ് ആയിട്ട് ബീഫ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇടയ്ക്കിടെ തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഇട്ടുകൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട. ഇട്ടുകൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ബീഫ് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചുവപ്പ് കളറില്ലാത്ത, ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ റെഡ് കളർ ഇല്ലാത്തത്, ഇതിൽ ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അതേ കളറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസാല തേക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഫുഡ് കളർ ചേർത്താൽ മതി. കളർ ചേഞ്ച് ഉണ്ടെന്ന് കരുതിയിട്ട്, റെഡ് കളർ ഇല്ലയെന്ന് കരുതിയിട്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ വല്ലപ്പോഴൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴൊന്നും ഞാൻ പ്രിഫർ ചെയ്യണില്ല. ഇങ്ങനെ എപ്പോഴും ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അത്ര ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വിഭവമായി ഇനിയും വരാം. അതുവരേക്കും ബൈ.